ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് അതിൽ 2 അറ്റങ്ങളും നല്ല കുറച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഉപ്പേരിക്കാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും ജ്യൂസ് അടിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നല്ല തൊലിയൊക്കെ നന്നായിട്ട് ചിരണ്ടി കളയാതെ ഒരു പീലർ വെച്ചിട്ട് കത്തി വെച്ചിട്ട് എല്ലാം തൊലി കളഞ്ഞിട്ട് 2 സൈഡും നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വെച്ചതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല തിന്നും ആക്കരുത്, അതുപോലെ തിക്കും ആക്കരുത്. ഒരു മീഡിയം സൈസിൽ വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് കട്ടിയും വേണ്ട, നല്ല കനം കുറയും വേണ്ട, അങ്ങനെ വേണ്ട നമുക്കത് എടുക്കാൻ. ഒരു മീഡിയം സൈസിലാക്കി എടുക്കണം. പിന്നെ അതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ 2 ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് മെല്ലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കതൊരു പൊട്ടറ്റോ ഫ്രൈ പോലെയൊക്കെ തോന്നും, പക്ഷെ അതല്ല. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും വേറെ കറികളൊന്നും വേണ്ട. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റിൻ്റെ ഫ്രൈ ആണ് കേട്ടത്. ഉണ്ടാക്കാൻ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ അത് നല്ല ഫ്രൈൻ്റെ ആ ടേസ്റ്റിലാണ് നല്ല കഴിച്ചോളൂ കേട്ടോ. ഇപ്പം നമ്മളിത് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു ഹാഫ് വേവ് ആവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ കുറച്ച് ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കൂടിയാലും നമ്മളെ ഹെൽത്തിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ കറിവേപ്പില കഴിക്കുന്നത് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അതും കൂടി കഴിക്കാൻ നോക്കുക. ചിലവരൊക്കെ അത് വേസ്റ്റിലിടുള്ളൂ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കളയാതെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇതാകുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ഒരു കളറും കിട്ടും ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പറയുന്നത്. അതില്ലെങ്കിൽ മാത്രം സാധാ മുളക് പൊടി ആണെങ്കിൽ നിങ്ങൾ എരി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇതാക്കുക. അപ്പോൾ അതിൻ്റെ ആ പൊടികളൊക്കെ പച്ചമണം പോയി ചെയ്യും, അതൊന്ന് സെറ്റാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ ഒന്ന് ഫ്രൈ ആയി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇട്ടിളക്കി ഒന്നും ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ഫ്രൈ. നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറികളില്ലാത്ത ദിവസമാണെങ്കിൽ പോലും നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറിന് ഇത് മാത്രം മതി കേട്ടോ കൂടെ കഴിക്കാൻ. നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മളെ ക്യാരറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ട അതിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഇല്ലേ, അതിൻ്റെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.